ഗൈസ് നമ്മൾ സ്റ്റാൻഡ് ആർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാൻഡ് ആർട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ടേബിൾ ഉപയോഗിക്കില്ല. ടൈം എന്തെങ്കിലായാൽ പിന്നെ ഞാൻ തന്നെ നന്നാക്കാൻ ഞാൻ ഈ ടേബിളാണ് ലൈക്ക് എക്സ്പീരിമെൻസിലൊക്കെ ചെയ്യുമ്പോൾ ഈ ടേബിളാണ് യൂസ് ചെയ്യുക. അപ്പം നന്നാക്കിയാൽ നന്നാക്കിയില്ലെങ്കിലും കണക്ക് കുറേ നേരമായിട്ട് ചാണ്ടിയേക്കാരം ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കുളിക്കാൻ പോകും. അപ്പോൾ കുളിച്ചിട്ട് പിന്നെ അപ്പോൾ അങ്ങനെ വേറെ ഡ്രസ്സിലേക്കാരും ഇങ്ങനെ കാണാൻ പോകുന്നത് അത് കിട്ടണില്ല. ഞാൻ ഓൾറെഡി ഇത്തിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അറിയാമല്ലോ നമുക്കിങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ. അൺബോക്സ് ചെയ്യുക. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്യാമല്ലോ. അപ്പം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയ ഇങ്ങനെയായിരുന്നു ഞാൻ വെച്ചെന്ന് പറഞ്ഞാൽ കുറേ ദിവസം ഞാൻ എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇത്ര വെച്ചുകൊണ്ട് മതിയാക്കാണ്. നമുക്ക് ബാക്കിക്ക് പിന്നെ ചെയ്യാം. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ബോക്സ് റെഡിയാക്കി വെക്കില്ലെന്ന് ഈ സ്റ്റാൻഡ് ആർട്ടിൻ്റെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് എൻ്റെ ക്ലീനിങ് ക്ലോത്ത് എടുക്കും. എന്നിട്ട് ഞാൻ പിന്നെ വാഷ് ചെയ്തു. യെസ് ഗായ്സ്, ഞാൻ എന്താ വാഷ് ചെയ്തു. നമുക്ക് ഓരോ തുടക്കാം. ആ പീൽ ചെയ്തതൊക്കെ പിന്നെ ഞാനെല്ലാം അടിയിക്കണൊക്കെ ആയി. അതുകൊണ്ട് ഇത് കാണാൻ ഫുള്ള് കേട്ടിട്ട് നമ്മൾ കാലിന് സ്പ്രേ ചെയ്യാം. ഇത്രയും പൊടിയും കിട്ടി. ഇതെന്താ യൂസ് ചെയ്യണ്ട, എടുക്കാൻ കഴിയില്ല. എൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ എന്താ അവിടെ നോക്കിയാൽ സ്റ്റാൻഡ് ആർട്ട് ചെയ്യുമ്പോൾ ഇല്ലേ കുറച്ച് സമയം വേണം. അതിൻ്റെ കൂടെ എന്താ വേണ്ടത്, ടൈം വേണം. പിന്നെ ക്ലീനിങ് ചെയ്യാൻ ഇഷ്ടം വേണം. പിന്നെ ക്ലീനിങ് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും ബൈ.